ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് വാക്കുകൾ നോക്കാം. നമ്മളിന്ന് കൂടുതലും പഠിക്കുന്നത് ഇതുപോലെ ഓഫ് എന്ന് ചേർന്ന് വരുന്ന വാക്കുകളാണ്. സോ ഇത്തരം യൂസേജസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ടു പോവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വേർഡ് ashamed of. ashamed of എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ നമുക്ക് ലജ്ജ തോന്നുന്നു അല്ലെങ്കിൽ ലജ്ജ തോന്നി എന്നൊക്കെ പറയില്ലേ, നമുക്കിങ്ങനെ നാണക്കേടായി എന്ന് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ashamed of എന്നുള്ളത് യൂസ് ചെയ്യുക. നമുക്ക് ലജ്ജയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐ എം ashamed ഓഫ് യു, ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് ലജ്ജിതയാണ് എന്നുള്ള അർത്ഥം വരും. അപ്പോൾ നമുക്ക് നോക്കാം. അവന് തൻ്റെ പെരുമാറ്റത്തിൽ ലജ്ജ തോന്നി. എങ്ങനെ പറയാം? ഹി, അവൻ. ഹി ഫെൽറ്റ്, അവനു തോന്നി. ഫീൽ എന്ന് വെച്ചാൽ തോന്നുക, ഫീൽ തോന്നുക. ഫെൽറ്റ് എന്ന് വെച്ചാൽ തോന്നി. ഹി ഫെൽറ്റ് അഷെയിംഡ്, അവന് ലജ്ജ തോന്നി. അവൻ്റെ പെരുമാറ്റത്തിലാണല്ലേ. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ്, അഷെയിംഡിൻ്റെ കൂടെ നമ്മൾ ഓഫാണ് ആഡ് ചെയ്യുന്നത്. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിസ് ബിഹേവിയർ, അവൻ്റെ പെരുമാറ്റം. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിസ് ബിഹേവിയർ, അവൻ്റെ പെരുമാറ്റത്തിൽ ലജ്ജ തോന്നി. നെക്സ്റ്റ് വൺ, അവൾക്ക് അവളുടെ തെറ്റുകളിൽ ലജ്ജ തോന്നി. എങ്ങനെ പറയാം? ഷീ ഫെൽറ്റ് ashamed of, അവൾക്ക് ലജ്ജ തോന്നി. ഷീ ഫെൽറ്റ് ashamed of അവളുടെ തെറ്റുകളിൽ. എങ്ങനെ പറയാം? her mistakes. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോൾ ഞാൻ ലജ്ജിതയാണ് എന്ന് പറയാം അല്ലേ. ഐ എം ashamed. I am ashamed of, ഞാൻ പറഞ്ഞതിൽ. What I said. I am ashamed of what I said. ഞാൻ എന്താണോ പറഞ്ഞത് അതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നെക്സ്റ്റ് വൺ, അവൻ്റെ തോൽവിയിൽ ലജ്ജിതനായിരുന്നു. അപ്പോൾ he ആയിരുന്നു. He was ashamed. അവൻ ലജ്ജിതനായിരുന്നു. ഓഫ് ഹിസ്, തോൽവി എന്നുള്ളതിന് ഫെയിലിയർ. ഹി വാസ് അഷെയിംഡ് ഓഫ് ഹിസ് ഫെയിലിയർ. അവൻ്റെ തോൽവിയിൽ ലജ്ജിതൻ ആയിരുന്നു. അപ്പം നമുക്ക് നോക്കാം. അവന് തൻ്റെ പെരുമാറ്റത്തിൽ ലജ്ജ തോന്നി. ഹി ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിസ് ബിഹേവിയർ. ഓക്കെ, ഇനി ഹി വാസ് അഷെയിംഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അവൻ ലജ്ജിതനായിരുന്നു എന്ന് പറയണമെങ്കിൽ ഹി വാസ് അഷെയിംഡ് ഓഫ് ഹിസ് ഫെയിലിയർ അല്ലെങ്കിൽ ഹിസ് ബിഹേവിയർ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, അവൾക്ക് അവളുടെ തെറ്റുകളിൽ ലജ്ജ തോന്നി. ഷീ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹർ മിസ്റ്റേക്സ്. ഞാൻ പറഞ്ഞതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഐ ആം അഷെയിംഡ് ഓഫ് വാട്ട് ഐ സെഡ്. അവൻ്റെ തോൽവിയിൽ ലജ്ജിതനായിരുന്നു. ഹി വാസ് അഷെയിംഡ് ഓഫ് ഹിസ് ഫെയിലിയർ. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വാക്കാണ് ജെലസ് ഓഫ്. ജെലസി എന്ന് വെച്ചാൽ അസൂയ. അപ്പം നമ്മൾ പറയാറില്ലേ, അസൂയ പാടില്ല, അല്ലെങ്കിൽ നിനക്ക് അവനോട് അസൂയാണ്, അവൾക്ക് ഇവളോട് അസൂയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ജെലസ് ഓഫ് എന്നാണ് പറയുന്നത്. സോ ജെലസ് ഓഫ് എന്നുള്ളത് നമ്മൾ അസൂയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. അവൻ്റെ കൂട്ടുകാരുടെ വിജയത്തിൽ അവന് അസൂയയാണ്. അപ്പോൾ അവന് അസൂയയാണ്. ഹീ ഇസ്, അവനാണ്. ഹീ ഇസ് ജലസ്, അവന് അസൂയയാണ്. അവൻ്റെ കൂട്ടുകാരുടെ വിജയത്തിൽ, ഓഫ് ഹിസ്, കൂട്ടുകാരുടെ, ഫ്രണ്ട് എന്ന് എഴുതിയിട്ട് അപ്പസ്ട്രഫി എസ്. കൂട്ടുകാരുടെ എന്നാവുമ്പോൾ പ്ലൂറൽ അല്ലേ, അപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ ഇങ്ങനെയാണ് അപ്പസ്ട്രഫി ഇടേണ്ടത് കേട്ടോ. കൂട്ടുകാരൻ്റെ എന്നാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇടുക. കൂട്ടുകാരുടെ എന്നായതുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പസ്ട്രഫി.
He is jealous of his friend's success. Okay. Next one. അവൾക്ക് അവളുടെ സഹോദരിയുടെ ജോലിയിൽ അസൂയയാണ്. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഷീ ഇസ് ജെലസ്. അവൾ ജെലസ് ആണ് ഓഫ് ഹർ സിസ്റ്റേഴ്സ് ജോബ്. കണ്ടോ? ഷീ ഇസ് ജെലസ്, അവൾക്ക് അസൂയയാണ് ഓഫ് ഹർ സിസ്റ്റേഴ്സ് ജോബ്, അവളുടെ സഹോദരിയുടെ ജോലിയിൽ. ഓക്കെ. നെക്സ്റ്റ് വൺ. അവർക്ക് ഞങ്ങളുടെ സന്തോഷത്തിൽ അസൂയയാണ്. ദേ ആർ ജെലസ്. ഇതുവരെ നമ്മൾ ഇസ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. ബഹുവചനം ആകുമ്പോൾ ദേ ആയതുകൊണ്ട് നമ്മൾ ആർ ജെലസ് എന്ന് ഉപയോഗിച്ചു അല്ലേ? ദേ ആർ ജെലസ് ഓഫ് അവർ ഹാപ്പിനെസ്, ഞങ്ങളുടെ സന്തോഷത്തിൽ. ഓഫ് അവർ ഹാപ്പിനെസ്. എനിക്ക് നിന്നോട് അസൂയയില്ല. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? നിങ്ങൾ താഴെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് നിന്നോട് അസൂയ ഇല്ല. നോക്കാം. ഐ എം നോട്ട് ജെലസ്. എനിക്ക് നിന്നോട് അസൂയയാണ് എന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര നല്ല എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർ വിളിച്ചിട്ട് എനിക്ക് നിന്നോട് അസൂയ ആവുന്നു. എങ്ങനെ പറയാം? ഐ എം ജെലസ് ഓഫ് യു, അല്ലെങ്കിൽ ഐ എം ജെലസ് ഓഫ് യുവർ ബ്യൂട്ടി, ഐ എം ജെലസ് ഓഫ് യുവർ ഹാപ്പിനെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പം അസൂയ അല്ലെങ്കിൽ ഐ എം നോട്ട് ജെലസ്. നിന്നോട് ജെലസ് ഓഫ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? ഐ എം നോട്ട് ജെലസ് ഓഫ് യു. അപ്പോൾ നമ്മൾ അസൂയ പറയുമ്പോൾ ജെലസ് ഓഫ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചില്ലേ? നമുക്ക് ലജ്ജ തോന്നുമ്പോൾ നമ്മൾ അഷെയിംഡ് ഓഫ് എന്നുള്ളത് ഉപയോഗിച്ചു. ഇനി നമുക്ക് അഭിമാനം തോന്നുമ്പോൾ നമ്മൾ പ്രൗഡ് ഓഫ് എന്നാണ് ഉപയോഗിക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അഭിമാനം പറയാൻ വേണ്ടിയിട്ടാണ് പ്രൗഡ് ഓഫ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നു. ഐ ആം പ്രൗഡ്. ഞാൻ അഭിമാനിക്കുന്നു. നേട്ടം എന്നുള്ളതിന് നമുക്ക് അച്ചീവ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് എൻ്റെ നേട്ടത്തിൽ, മൈ അച്ചീവ്മെൻറ്റ്. ഐ എം പ്രൗഡ് ഓഫ് മൈ അച്ചീവ്മെൻറ്റ്. അവൾ അവളുടെ മകനിൽ അഭിമാനിക്കുന്നു. ഷീ ഇസ് പ്രൗഡ്. അവൾ അഭിമാനിക്കുന്നു. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ സൺ. അവളുടെ മകനിൽ അഭിമാനിക്കുന്നു. അവർ അവരുടെ ടീമിൽ അഭിമാനിക്കുന്നു. ദേ ആർ പ്രൗഡ്. അവർ അഭിമാനിക്കുന്നു. ദേ ആർ പ്രൗഡ് ഓഫ് their ടീം. അവൻ അവൻ്റെ ജോലിയിൽ അഭിമാനിക്കുന്നു. എങ്ങനെ പറയാം? ഹീ ഈസ് പ്രൗഡ്. അവൻ്റെ ജോലിയിലാണല്ലേ? ഓഫ് ഹിസ് ജോബ്. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് ജോബ്. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് ജോബ്. ഞാൻ എൻ്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് മൈ അച്ചീവ്മെൻറ്റ്. അവൾ അവളുടെ മകനിൽ അഭിമാനിക്കുന്നു. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ സൺ. അവർ അവരുടെ ടീമിൽ അഭിമാനിക്കുന്നു. ദേ ആർ പ്രൗഡ് ഓഫ് ദെയർ ടീം. അവൻ അവൻ്റെ ജോലിയിൽ അഭിമാനിക്കുന്നു. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് ജോബ്. സോ പ്രൗഡ് ഓഫ് എന്നുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഞാൻ കാത്തു നിന്ന് ക്ഷീണിച്ചു. എങ്ങനെ പറയാം? ഐ എം ടയേർഡ്. കാത്തു നിന്നല്ലേ? ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. ഞാൻ കാത്തു നിന്ന് ക്ഷീണിച്ചു. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ ക്ഷീണിച്ചു അല്ലെങ്കിൽ നമ്മൾ മടുത്തു എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ടയേർഡ് ഓഫ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ ക്ഷീണം അല്ലെങ്കിൽ നമ്മളുടെ മടുപ്പൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ അവൻ്റെ എക്സ്ക്യൂസസ് കേട്ട് ക്ഷീണിച്ചു അല്ലെങ്കിൽ അവൾ അവൻ്റെ എക്സ്ക്യൂസസ് കേട്ട് മടുത്തു. എങ്ങനെ പറയാം? ഷീ ഈസ് ടയേർഡ്. അവൾക്ക് മടുത്തു. ഷീ ഈസ് ടയേർഡ് ഓഫ് ഹിസ് എക്സ്ക്യൂസസ് എന്ന് വെച്ചാൽ ഒഴിവ് കിഴിവൊക്കെ പറയില്ലേ, അത് കേട്ട് മടുത്തു. ഷീ ഈസ് ടയേർഡ് ഓഫ് ഹിസ് എക്സ്ക്യൂസസ്. ഒരേ ഭക്ഷണം കഴിച്ച് മടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മടുത്തു എന്നാണെങ്കിൽ വി ആർ
ടയേർഡ് ഓഫ് ഒരേ ഭക്ഷണം കഴിക്കുന്ന അല്ലേ. വി ആർ ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഫുഡ്. വി ആർ ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഫുഡ്. കണ്ടോ? ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ്. ഞാൻ കാത്തു നിന്നും മടുത്തു. അവൾ അവൻ്റെ എക്സ്ക്യൂസസ് കേട്ട് കേട്ട് മടുത്തു. ഷീ ഈസ് ടയേർഡ് ഓഫ് ഹിസ് എക്സ്ക്യൂസസ്. ഒരേ ഭക്ഷണം കഴിച്ച് മടുത്തു. വി ആർ ടയേർഡ് ഓഫ് ഈറ്റിംഗ് ദ സെയിം ഫുഡ്. ഞാൻ നിന്നെ കൊണ്ട് മടുത്തു. ഇതെങ്ങനെയാ പറയാ? ഒന്ന് കോമെൻറ്റ് ചെയ്ത് നോക്കൂ. കോമെൻറ്റ് ചെയ്തോ? ഐ എം ടയേർഡ് ഓഫ് യു. ഐ എം ടയേർഡ് ഓഫ് യു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വേർഡ് പഠിച്ചാലോ? ഫോണ്ട് ഓഫ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണ്ട് ഓഫ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ. അവൾക്ക് മ്യൂസിക് വളരെ ഇഷ്ടമാണ്. അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ഷീ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണ്. വളരെ എന്ന് പറയാനായിട്ട് നമ്മളിവിടെ വെരി എന്നും കൂടെ ആഡ് ചെയ്യുന്നു. ഷീ ഈസ് വെരി ഫോണ്ട് ഓഫ് മ്യൂസിക്. അവൾക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷീ ലൈക്സ് മ്യൂസിക് വെരി മച്ച് എന്നൊക്കെ പറയാം. പക്ഷെ കുറച്ചുകൂടെ ഒരു പുതിയ വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ. അതുകൊണ്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോണ്ട് ഓഫ് വെച്ചിട്ട് ഇഷ്ടമാണെന്ന് പറയാൻ കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വൊക്കാബുലറി വലുതായി വലുതായി വരുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ, എൻ്റെ അമ്മയ്ക്ക് പൂന്തോട്ടം പരിപാലിക്കുന്നത് ഇഷ്ടമാണ്. My mother is fond of. പൂന്തോട്ടം പരിപാലിക്കുന്നതിന് നമുക്ക് ഗാർഡനിങ് എന്ന് പറയാം അല്ലേ. ഗാർഡനിങ്. അവർക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്. They are fond of സിനിമ കാണാൻ. വാച്ചിങ് മൂവീസ്. They are fond of watching movies. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് ടീച്ചിങ്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് ലേണിംഗ്. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ്. ഐ എം ഫോണ്ട് ഓഫ് ലേണിംഗ് ന്യൂ തിങ്സ്. ഇങ്ങനെ നമുക്ക് പറയാം. സോ നമ്മൾ ഇന്ന് കുറച്ച് വേർഡ്സ് പഠിച്ചു ഓഫ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഓരോരോ സെൻറ്റൻസസ് വീതം നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ട്രൈ ചെയ്യാം. ഞാനത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്നെ നിങ്ങളുടെ കോമൻസിൽ അറിയിക്കുക. ആൻഡ് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ കൂടെ സിമ്പിളായിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വലിയ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.